ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ്. കഷ്ടമുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഈ ഒരൊറ്റ വട്ടത്തേക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താറൊന്നും ഇല്ലല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. ഒന്ന് സബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. കൊട്ടാരക്കര സിഐക്കും വനിതാ പോലീസുകാരിക്കും ചില പ്രതിഷേധക്കാർക്കും സംഘർഷത്തിനിടെ പരിക്കേറ്റു. 2021 കൊട്ടാരക്കരയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ കേസിൽ 6 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിൽ വാറന്റായതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധ സമരം. സംഭവം കള്ളക്കേസെന്നാണ് സമരക്കാരുടെ ആരോപണം. എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സ് നാട്ടുകാരെ ആക്രമിച്ചെന്നും ആക്ഷേപമുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ എസ് പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് പ്രതിരോധിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന പോലീസുകാരെ ഇവരങ്ങ് കയറി അങ്ങ് തല്ലി. വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. 2021 ആക്ച്വലി ഈ കേസിന് ആസ്പദമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത്. 2021 കൊട്ടാരക്കരയിൽ റോഡ് ഉപരോധിച്ചതിന്റെ പേരിൽ ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പേരിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. അവരെ കോടതിയിൽ ഹാജരാകാൻ വിളിച്ച സമയത്ത് അവർ ഹാജരാകാതിരിക്കുകയും അതിനെ തുടർന്ന് പോലീസിന് കോർട്ട് ഉത്തരവ് കൊടുക്കുകയാണ്, നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നടന്നിട്ടുള്ളത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെക്കാം. പുലമണ്ണിൽ നിന്നും മുദ്രാവാക്യങ്ങൾ മുഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസുകാർ ചേർന്ന് ഗേറ്റ് അടച്ച് തടഞ്ഞു. ഉന്തിലും തള്ളിലും ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റു. തുടർന്ന് സമരക്കാർ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് ഇവരെ വഴിയിൽ തടയുകയും 3 പേരെ മാത്രം എസ് പി ഓഫീസിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ സമരക്കാർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 2021 പോലീസ് വാഹനം തടഞ്ഞ് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് ഒരു കേസ് കോടതിയിൽ പോയേക്കുന്നത്. ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ കേസിന് ഞങ്ങളെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സമൻസ് വന്നപ്പോഴാണ് 7 പേരുടെ പേര് കള്ളക്കേസാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരം മൂലം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികനെതിരെ അക്രമത്തിന് തുനിഞ്ഞതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡ് ഉപരോധിച്ച ട്രാൻസ്ജെൻഡറുകൾ പോലീസിന് നേരെ വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുകയും സോഡാ കുപ്പിയെടുത്ത് എറിയുകയും ചെയ്തു. കൊട്ടാരക്കര സിഐ ജയകൃഷ്ണന്റെ നെറ്റിക്ക് മുറിവേറ്റു. ലാത്തി വലിച്ചൂരി വനിതാ പോലീസിനെയും ഇവർ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2021 വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും കൊട്ടാരക്കര പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ 6 പേർക്കെതിരെ വാറണ്ടായതോടെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നിങ്ങൾ ആ ക്ലിപ്സ് ഒക്കെ കണ്ടല്ലോ. ആദ്യമേ തന്നെ ഭയങ്കര അഗ്രസീവായിട്ടാണ് അവർ ആ സമരത്തിലേക്ക് വരുന്നത്. ഇത്തരത്തില് ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ന്യായമില്ലാത്ത കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രതിഷേധിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയോട് മൊത്തത്തിലൊരു ഹെയ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് ഇവരെന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഞാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് എതിരോ കാര്യങ്ങളോ ഒന്നുമല്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ കാണിക്കുന്ന കന്നന്തിരിവുകൾക്ക് കൂട്ടു നിൽക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെതിരായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും. അവരിൽ ഒരു കൂട്ടം നല്ല രീതിക്ക് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ചീത്തപ്പേരാണ് ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അത് പറയാൻ എനിക്ക് യാതൊരുവിധ പേടിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് വന്നതിനെ ചൊല്ലിയിട്ടാണ് ഇവരിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇറങ്ങിയിരിക്കുന്നത്, ഒരു പ്രതിഷേധം എന്ന രീതിക്ക്. ഇവരുടെ ഈ പ്രതിഷേധ ജാഥ വന്ന് നിൽക്കുന്ന സമയത്ത് കൊട്ടാരക്കര SP ഇവരെ വിളിച്ച്, ഇവരുടെ നേതാക്കന്മാരിൽ 3 പേരെ വിളിച്ച് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ഈ തോന്നിയവാസം ഇവർ കാണിക്കുന്നത്. അതിനകത്ത് പാർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ വരെ അവർ ആക്രമിക്കുകയുണ്ടായി. ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ആരാണ് ഇവിടെ ലൈസൻസ് കൊടുക്കുന്നത്? ഇവരിങ്ങനെ ചെയ്യുന്നതനുസരിച്ച് ഇവരുടെ കമ്മ്യൂണിറ്റിക്കല്ലേ ചീത്തപ്പേരുണ്ടാകുന്നത്. ഇവർ തന്നെയല്ലേ ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ട വില കൊടുക്കാത്തത്. ഇവരിൽ ഒരു കൂട്ടം ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ട എല്ലാ പ്രിവിലേജും നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ, ഇവിടെ ഒരു കൂട്ടം അതിന്റെ പേരിൽ പ്രിവിലേജ് യൂസ് ചെയ്ത് ഗുണ്ടായിസം കാണിക്കുവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ സൊസൈറ്റി ഇവർ എങ്ങനെയെങ്കിലും അംഗീകരിക്കുമോ? ഇവരൊക്കെ ഇത് എപ്പം മനസ്സിലാക്കാനാണ്? നല്ല മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരുടെ കൂട്ടത്തില്. അവരെ പോലെ ഇവർക്കും ആയിക്കൂടെ? ഇതൊന്നും പോരാതെ ഒരു ചേട്ടൻ, ഒരു സാധാരണ ഒരു ചേട്ടൻ ഒരു വണ്ടിയുമായിട്ട് പോയപ്പോ ആ ചേട്ടനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ആ ചേട്ടനെ ആക്രമിച്ചു, ഈ പ്രതിഷേധത്തിന്റെ ഇടയ്ക്ക് കൂടി പോയെന്ന് വെച്ചിട്ട്. അതൊക്കെ ഇവർക്ക് ആർക്കാ ലൈസൻസ് കൊടുക്കുന്നത്? ഞാനൊരു 1 ഇയറോളം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിന്റെ അവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു 11 മണിയായിട്ട് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ജാഥ നടക്കാറുണ്ട്, പ്രതിഷേധ മാർച്ചും ഒക്കെ നടക്കാറുണ്ട്. എന്ത് നീറ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയിട്ടാണെന്നറിയാവോ അവർ നടത്തുന്നത് ജാഥകള്. സീരിയസ്ലി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഈ പോലീസിലും പ്രതിഷേധക്കാർക്കും ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ലാതെ സാധാരണ നമ്മൾ നടന്നു പോകുന്ന പെഡസ്ട്രിയൻസിനോ അല്ലെങ്കിൽ അവിടെ കട നടത്തുന്ന ആൾക്കാർക്കോ ഒന്നും ഒരു ശല്യവും ഉണ്ടാക്കാതെയാണ് സമരക്കാരും അതേപോലെ പോലീസും കൊണ്ടുപോകുന്നത്. ആ ഒരു സംഭവം ഒന്നും ഞാൻ ഈ ഒരു കേസിൽ കണ്ടില്ല. അവിടെ കട നടത്തിക്കൊണ്ടിരുന്ന ഒരു ചേച്ചീനെ ആക്രമിച്ചു. ആ ചേച്ചിയുടെ കയ്യിൽ കടേന്ന് മറ്റേ സോഡാ കുപ്പിയില്ലേ, നിറച്ചു വെച്ചിരുന്ന സോഡാ കുപ്പി എടുത്തെറിഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരാൾ മരിക്കാനായിട്ട് അത് മതി, അതറിയാവോ? അങ്ങനെ ഒരാൾ മരിച്ചിരുന്നെങ്കിൽ ഇവരെന്ത് സമാധാനം പറഞ്ഞേനെ? ഇതൊക്കെ ആരാണ് ഇവർക്ക് ഇത്രയും തോന്നിവാസം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഈ ഒരു സമരം നടന്ന സമയത്ത് ഒരു ചേട്ടൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, അത് ഞാൻ വെക്കാം. അവരുടെ ഭാഗത്തുള്ള സമരം, അവരത് ന്യായമായ സമരമാണെന്നുണ്ടെങ്കിൽ അത് അവർ സമരം ചെയ്തു പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. മറിച്ച് സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, നമ്മൾ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇടപെടുന്നതിന് കാരണമായത് ഒന്ന്, അവർ ക്രൂരമായി പോലീസിനെ മർദ്ദിക്കാൻ തുടങ്ങി. അവരുടെ ശാരീരിക സ്ഥിതി ഇവിടുത്തെ ലേഡീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല, പുരുഷനോളം സമമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അവർ വസ്ത്രം അഴിച്ചു, അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയതിനോട് നമുക്ക് യോജിപ്പാം. പക്ഷേ അവരുടെ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ നമ്മൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭാരതത്തിലുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ട് അത് നൽകുന്നുള്ള ഒരു കാര്യം പറയാനുള്ളൂ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അത്യാവശ്യം വില കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. കാര്യം ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും കൊടുക്കാത്ത അത്രയും പ്രിവിലേജസും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ കേരളത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അവർക്ക് അത് അവരുടെ അവകാശമാണ്, അതല്ല നമ്മൾ ഒരു ഔദാര്യമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ അവർക്ക് കുറെ പ്രിവിലേജസ് കൊടുക്കുമ്പോൾ ആ പ്രിവിലേജസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നത്തില്ല ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ? അവർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നില്ലേ? ഇങ്ങനെ ഈ ഗുണ്ടായിസം കാണിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ആൾക്കാർ കാരണം നല്ല രീതിക്ക് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെയല്ലേ നാണക്കേട് ഉണ്ടാക്കുന്നത്? ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത്? ഒരു കൂട്ടം അവർക്ക് നല്ല രീതിക്ക് നല്ല പേരോടുകൂടി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു കൂട്ടം അതിനെ തള്ളി താഴ്ത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ന്യൂസ് കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്ത് കഷ്ടമാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇവര് പൊതു ശല്യമല്ലേ ആ സമയത്ത് ഉണ്ടാക്കിയത്? എല്ലാവരെയും ഞാൻ പറയത്തില്ല കേട്ടോ, അതിനകത്ത് മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റിൽ എനിക്ക് ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിച്ചേക്കുന്നത്
ശുദ്ധ തോന്നിവാസമാണ്. ഓക്കെ, നമ്മൾ ഇപ്പം നമ്മളൊരു പ്രിവിലേജിനോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനോ ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുക. സമരം ചെയ്യുന്നതിന് ഒരു എത്തിക്സ് ഉണ്ട്. അതുപോലും പാലിക്കാൻ അറിയാതെ വെറും വൃത്തികെട്ട രീതിക്ക് സമരം ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എത്ര പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസിന്റെ കാര്യത്തിൽ നിന്നൊരു വീഴ്ച വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള രീതിക്ക് വനിതാ പോലീസിനെ വെച്ചിട്ട് അവര് ഇതിനെ എന്താ പറയുന്നേ ചെറുക്കാൻ ശ്രമിച്ചു. പക്ഷെ വനിതകൾക്ക് നമ്മൾ ഗേൾസിന് അവരെ ഇതാക്കാനുള്ളൊരു ബലമില്ല. അവരിലും ശക്തി കൂടിയ ആൾക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. കാര്യം വനിതാ പോലീസ് ഒത്തിരി പേർക്ക് എന്താ ഫ്രാക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൽ ഓഫീസേഴ്സിനും ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. സോഡാ കുപ്പി വരെ എടുത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ ചില്ലറ അറ്റാക്ക് ഒന്നും അല്ല നടന്നത്. പിന്നെ ഇതിനെ ചോദ്യം ചെയ്ത സമയത്ത് തുണിയും പൊക്കി കാണിച്ചു. എങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലടേ. നമ്മൾ പറഞ്ഞു പോവും. കാര്യം അത്തരത്തിൽ മോശമായ രീതിക്കാണ് നമ്മുടെ സൊസൈറ്റിയിൽ അവര് ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് മറ്റൊരു ഇവരുടെ ആ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ദോഷമാകുന്ന രീതിക്ക് ഇവർ ചെയ്തു വെച്ചു. ഇവർ എല്ലാവരും അല്ല, ഒരു കൂട്ടം ആൾക്കാർ. ഞാൻ അവരെ മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ എല്ലാവരെയും ഞാൻ പറയത്തില്ല. കാര്യം അവരിൽ ഒത്തിരി നല്ലവരുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.